ഈ പട്ടികയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ പോളിംഗ് സ്റ്റേഷൻ നമ്പർ 116 ഉള്ള വോട്ടർ പട്ടികയിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ കുടുംബവും അവരുടെ പേര് വിവരങ്ങളുള്ളത്. അതായത് പട്ടികയിൽ 1016 മുതൽ 1026 വരെയുള്ള 11 വോട്ടുകളാണ് അദ്ദേഹം ഭാരത് ഹെറിറ്റേജ് എന്ന് പറയുന്ന വീട്ടുപേരിൽ വീട്ടു നമ്പർ 10/219/2 അതായിട്ട് അദ്ദേഹം വോട്ട് ചേർത്തിയത്. ആ വോട്ടെടുപ്പിന് ശേഷം ഈ വീട് ബോംബെ ബേസ്ഡ് ഒരു പാർട്ടിക്ക് കൊടുക്കുകയും ഇപ്പോൾ ആ വീട്ടിൽ ഇവരാരും താമസമില്ല. നമ്മളിപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ പേര് നമ്മളുടെ ഉണ്ടോ എന്ന് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് നമുക്കറിയാൻ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ നമുക്ക് കയറിയാൽ ഇത്തരത്തിലൊരു ആപ്പിൽ കയറി അവരുടെ തിരിച്ചറിയൽ കാർഡ് നമ്പർ അടിച്ചാൽ അദ്ദേഹത്തിന് ഇവിടെ വോട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കും. ഇവരുടെ നമ്പറുകൾ അടിച്ചു നോക്കിയപ്പോൾ ഈ വീട്ടിൽ ഇപ്പോഴും വോട്ടുണ്ട്. ആ വീട്ടിൽ താമസക്കാർ ഇവരല്ല, ഇത് വാങ്ങിയ ആൾക്കാരുടെ 2 പേരാണ് ഇന്ന് ആ വീട്ടിൽ താമസം. അപ്പം നമ്മൾ പരാമർശിച്ച അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ശരിവെക്കുന്ന ഒരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ കുടുംബവും തൃശ്ശൂരിൽ വന്ന് വോട്ട് ചേർക്കുകയും പിന്നീട് അതിനുശേഷം അവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്യാം. നിയമപരമായി പരിശോധിച്ചാൽ 6 മാസക്കാലം ഒരു വീട്ടിൽ താമസിക്കുന്നവർക്ക് വോട്ട് ലഭിക്കാൻ അർഹതയുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ധാർമ്മിക വശം പരിശോധിച്ചാൽ വോട്ടർ പട്ടികയിലെ ഇത്തരത്തിൽ കടന്നുകൂടുന്ന ക്രമക്കേടുകളാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അല്ലാതാക്കുന്നത്. ഇവർക്ക് ഇതേ വീട്ടു നമ്പറിൽ കോർപ്പറേഷൻ്റെ പുറത്തിറങ്ങിയ പട്ടിക പരിശോധിച്ചാൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് ഇവർക്ക് വോട്ടില്ല. അതിനർത്ഥം കേവലം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് ചേർത്തി എന്നുള്ളതാണ്. അത് തന്നെയാണ് ബഹുമാന്യനായ രാഹുൽ ഗാന്ധി എടുത്ത് കാണിച്ചത്. സ്ഥലത്ത് താമസമില്ലാത്തവരെ താമസമുണ്ട് എന്ന് കാണിച്ച് ഏതെങ്കിലും ഒരു വീടിൽ അല്ലെങ്കിൽ ഫ്ലാറ്റുകളിൽ വോട്ട് ചേർത്തുക എന്നുള്ളതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതിന് സമാനമായ രീതി തന്നെയാണ് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുള്ള 100ഓളം പേരുടെ പരാതി ഞങ്ങൾ കൊടുക്കുകയുണ്ടായി. ആ പരാതി കൊടുത്തതിൽ ഞങ്ങൾ പിന്നെ റിട്ടേണിംഗ് ഓഫീസർ തൃശ്ശൂർ ലോക്സഭാ നിയോജക മണ്ഡലം ഞങ്ങളുടെ ബൂത്ത് നമ്പർ 30 അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ശ്രീ അനിൽകുമാർ കൊടുത്ത പരാതിയുടെ കോപ്പിയാണ്. ഈ പരാതി നിങ്ങൾ പരിശോധിച്ചാൽ ഇതിൽ ഞങ്ങൾ 45 പേരുടെ പേര് വിവരങ്ങളും അവരുടെ ID നമ്പറുകളും ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ താമസിക്കുന്ന ഫ്ലാറ്റുകൾ അതിലെ ക്യാപിറ്റൽ പിന്നെ വില്ലേജ് ഉണ്ട്, ടോപ്പ് പാരഡൈസ് ഉണ്ട്, ചൈത്ര ഉണ്ട്, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഫ്ലാറ്റുകളിലുള്ളവരുടെ പരാതികളാണ് ഞങ്ങൾ കൊടുത്തത്. തൃശ്ശൂരിലെ വോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് DCC നേതൃത്വം. സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെ വോട്ട് ആ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രം ചേർത്തതാണ് എന്നാണ് അവിടെ ഇപ്പോൾ DCC അധ്യക്ഷൻ മുന്നോട്ട് വയ്ക്കുന്ന വാദം.